ഇപ്പോൾ ASF സംസ്ഥാന സെക്രട്ടറി കബീർ കുടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കബീർ, വിഷ്ണു പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഓഡിയോ സന്ദേശം ടെലിഫോണിലുള്ള അവർ തമ്മിൽ സംസാരിച്ച സംഭാഷണവും കേട്ടിട്ടുണ്ട്. ASFന്റെ നിലപാട് എന്താണ് വിഷയത്തിൽ? അല്ല, ഈ വിഷയമല്ല, പൊതുവിൽ ക്യാമ്പസിലെ ഉണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. SFIയിൽ രാഷ്ട്രീയ ബോധമില്ലാത്ത ക്രിമിനൽ സംഘങ്ങൾ SFIയിൽ പതിയിരിക്കുന്നുണ്ട്. അവരെ പുറത്താക്കാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ അവരെ തിരുത്താനോ SFI തയ്യാറായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല ക്യാമ്പസുകളിലും ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു. അതാണ് SFIയുടെ നേതൃത്വത്തോട് പല തവണകളായി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഏത് സംഘടനയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ജനാധിപത്യ അവകാശം ഈ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അത്തരത്തിലൊരു വിദ്യാർത്ഥി ഒരു സംഘടനയിൽ നിന്ന് മാറി മറ്റൊരു സംഘടനയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണികളുമായി വരികയാണെങ്കിൽ അതിനെ അതേ രീതിയിൽ തന്നെ പ്രതിരോധങ്ങൾ തീർക്കാൻ ASF വിദ്യാർത്ഥികളോട് കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ കബീർ, അതായത് ഈ തരത്തിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള തിരുത്തലുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആളുകളോട് പറയുന്നത് ഉയർത്തുന്നെല്ലാം പൊള്ളയായ പ്രചാരണമാണെന്നും ആരോപണങ്ങളാണെന്നും അതിനപ്പുറത്തേക്ക് SFI ഉപദേശിക്കാൻ ആരും വരേണ്ടതില്ലെന്നാണ് SFIന്റെ മറുപടി ഈ വിഷയത്തിലൊക്കെയും. അത് അവരാണ് ചിന്തിക്കേണ്ടത്. അവരുടെ സംഘടന, അവരുടെ ലീഡർഷിപ്പാണ് ചിന്തിക്കേണ്ടത്. അവര് ഉണ്ടാവുന്ന തെറ്റുകളെല്ലാം തിരുത്താൻ തയ്യാറാവുമെന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ നേതൃത്വം ഇത്തരം സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ നടക്കുന്നത്, വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് ഇത്തരത്തിലുള്ള നിലപാടാണോ എടുക്കേണ്ടതെന്ന് അവരുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അതിന് അവരുടെ സംഘടന, അവരുടെ ലീഡർഷിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ കൈക്കൊള്ളേണ്ടത്. രണ്ട് ഇടതു നയങ്ങൾ സ്വീകരിക്കുന്ന രണ്ട് വിദ്യാർത്ഥി സംഘടനകളാണ്. എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാനാണ് നിങ്ങളുടെ തീരുമാനം? ഞങ്ങളുടെ സംഘടനയിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ കടന്നു വന്നിട്ടുണ്ട്. ഇനിയും നിരവധി വിദ്യാർത്ഥികൾ വരാൻ തയ്യാറാണ്. അവര് വരുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ സംഘടനയുടെ കൂടെ അവരെ നിർത്തും. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. ശരി.